വെളിപ്പെടാൻ പോകുകയാണ്. ആത്മാവിന്റെ കൊടിയ കാറ്റ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോകുകയാ. ആയിരിക്കുന്ന മേഖലകൾ ഇറങ്ങാൻ പോകുകയാ. ഉടമാരകസ്യം ആത്മാവിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. അധികാരത്തോടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. പത്രോസ് ഹല്ലേലൂയ ഈ 120 പേരുടെ നടുവിൽ ഹല്ലേലൂയ അവർ പല ഭാഷകളിൽ സംസാരിക്കുക. ആ ദൂതിനകത്തു നമ്മൾ മാറിപ്പോയെന്ന് തോന്നുന്നു. എങ്കിലും ഹല്ലേലൂയ ദൈവാത്മാവ് തരുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ 120 പേര് ഒരുമിച്ചിരുന്ന് പ്രാപിച്ചപ്പോ അവർ പല ഭാഷകളിൽ സംസാരിക്കുന്നു. യെരൂശലേമിൽ ആമേൻ ഉത്സവം നടക്കുകയാണ്. അവിടെ അനേക പുരുഷാരം വളരെയേറെ പുരുഷാരം വന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ ഇവർ പറയുന്ന ഈ ഭാഷ കേട്ടോണ്ട് ഇതെന്തോ സംഭവമാണ്, ഇവരെന്തോ ഭാഷയാ സംസാരിക്കുന്നത്. ഇത് കേൾക്കാൻ ദേവാലയത്തിൽ ഉത്സവത്തിൽ പെരുന്നാൾ കൂടാൻ വന്നവർ മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ട് മാളികമുറിക്കകത്തേക്ക് വന്നു. അവർ കൂടി നിന്നപ്പോൾ അവരുടെ നടുവിൽ അധികാരം പ്രാപിച്ചവൻ, ശക്തി പ്രാപിച്ചവൻ, ബലം പ്രാപിച്ചവൻ, വെളിപ്പാട് പ്രാപിച്ചവൻ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. അവർ സംസാരിക്കുന്ന കേട്ടപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർക്ക് മാനസാന്തരം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവസഭ വളരാൻ തുടങ്ങി, പണി ആരംഭിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വീണ്ടും 3000 പേരുടെ നടുവിൽ അനേക ആയിരങ്ങളുണ്ട്. അവർ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോ അതിന്റെ നടുവിൽ എഴുന്നേറ്റപ്പോ 5000 പേര് ഉടൽമനാധികസിയ സഭ വളരാൻ തുടങ്ങി. ഈ ദിവസങ്ങൾ ഒരു വലിയ കൊടിയ കാറ്റ്, പരിശുദ്ധാത്മാവിന്റെ കാറ്റ്, വലിയ മുഴക്കം നമ്മുടെ ഇടയിൽ മുഴങ്ങട്ടെ. അതിനായി ദൈവാത്മാവ് അന്ത്യകാലത്തിന്റെ ശുശ്രൂഷയ്ക്കായി ആത്മാവ് നമ്മളെ കണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു വലിയ മുഴക്കം ഈ നാളുകളിൽ വെളിപ്പെടാൻ പോകുകയാ. ഇതിനകത്തന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് കണ്ടുടരുകയാ. ഉടൽമനാധികാര സംഭവാരകസിയ ഈ മുഴക്കം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ നമ്മിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ, നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ, നാം ആയിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിൽ ഈ മുഴക്കം വെളിപ്പെടട്ടെ. ഈ ആത്മാവിന്റെ ശക്തി ആവരിക്കട്ടെ. ഒരു കൊടുങ്കാറ്റ് പോലെ ചില പ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ഈ പത്രോസിനെ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിനെ ആമേൻ വെളിപ്പാട് പ്രാപിച്ചവനെ, ഹല്ലേലൂയ സ്വർഗരാജ്യത്തിന്റെ താക്കോല് കയ്യിൽ കൊടുക്കപ്പെട്ടവനെ, ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ടവനായി, 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിനകത്ത് അകത്തെ തടവറയിൽ വെളിച്ചമില്ലാത്ത ഇരുട്ടറയ്ക്കകത്ത് ഈ പത്രോസിനെ കൊണ്ടിട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീർന്നെന്നാണ് വിചാരിച്ചത്. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ഹല്ലേലൂയ. പത്രോസിന് ഒരു വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പ്രാപിച്ചവനെ, ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചവനെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. ഉടൽമനാധികാരക സംഭവാരകസിയ പത്രോസിനെ ആമേൻ ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിന്റെ അകത്തെ തടവറയ്ക്കകത്ത് കിടക്കുമ്പോ കർത്താവിന്റെ ദൂതൻ അവിടെ ഇറങ്ങി. ദൂതനിറങ്ങി പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. ഹല്ലേലൂയ. നീ വേഗം എഴുന്നേൽക്ക. ഓ ഹല്ലേലൂയ. നിന്റെ അരകെട്ട ചെരിപ്പിട. ഒരു യാത്ര ഇനിയുണ്ട്, ഇനിയൊരു ശുശ്രൂഷയുണ്ട്. മതി എന്ന് പറഞ്ഞ്, ഇവിടം കൊണ്ട് തീർന്നെന്ന് പറഞ്ഞ് ഒതുങ്ങുന്ന മേഖലകളിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മ പറയാം, എഴുന്നേൽക്ക, അരകെട്ട ചെരിപ്പിട, പുറപ്പെടുക്ക. ഒരു യാത്ര മുൻപോട്ടിനിയുണ്ട്. യഹോവയുടെ കൈ ആമേൻ യിരെമ്യാവിന്റെ മേൽ വന്നു. യഹോവയുടെ കൈ യെഹെസ്കേലിന്റെ മേൽ വന്നു. ഉണങ്ങിക്കിടക്കുന്ന ഈ അസ്ഥികളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോ ഒരു സൈന്യം താഴ്വരയിൽ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഇനി അത് നടക്കുമോ? ഇനി അങ്ങനെ സംഭവിക്കുമോ? ഹല്ലേലൂയ. നീ വിചാരിക്കാത്ത വലിയ പ്രവൃത്തികൾ കർത്താവ് നാളുകളിൽ ചെയ്തെടുക്കുവാൻ ശക്തനാണെന്ന് ദൈവാത്മാവ് നമ്മളോട് ആലോചന തരികയാ. ഉടൽമനാ സന്തരാധികസിയ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ആത്മാവ് നമ്മളെ കണ്ടിരിക്കുന്നു. ആത്മാവിനകത്തന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളെ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഈ നാളുകളിൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് ആത്മാവ് ശക്തമായി ദൂതരിക. പലരോട് ദൈവാത്മാവ് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിലും അടൽമന ശൈതജാരകസ്യ ആമേ സമയത്തിൻ്റെതാകുന്ന ആമേൻ ഹല്ലേലൂയ കഴിഞ്ഞു പോയത് കൊണ്ട് എനിക്ക് അതിലേക്ക് വീണ്ടും കടന്നു പോകാൻ കഴിയുന്നില്ല. ആമേ ഹല്ലേലൂയ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നുണ്ട്.
ഹല്ലേലൂയ. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യഹോവയുടെ കൈ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. 7 നക്ഷത്രങ്ങളെ ആമേൻ വലം കൈയിൽ പിടിച്ചവൻ. ഹല്ലേലൂയ. ആമേൻ, ആരെ തൊട്ട്? യോഹന്നാനെ തൊട്ടു. പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന ഹല്ലേലൂയ അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട തലയോട്ടികളും ഭയാനകമായ ആമൻ ഏകാന്തതയിൽ ഒരു ദ്വീപിലേക്ക് നാട് കടത്തിയ ആമൻ യോഹന്നാന്റെ മേൽ, ഓ ഹല്ലേലൂയ, ആമൻ ഈ വലം കൈ വന്ന് അവനെ തൊട്ടു. യോഹന്നാനെ, നീ ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഈ വെളിപ്പാട് പ്രാപിച്ച യോഹന്നാന്റെ മേൽ ദൈവത്തിന്റെ വലം കൈ വന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ, ഓ ഇന്ന് പകൽ ആത്മാവ് ഇടപെടുകയാ. ഈ വലം കൈ വീണ്ടും നമ്മളെ ശക്തീകരിപ്പാൻ പോകുകയാ. വീണ്ടും ഒന്നുകൂടെ ബലപ്പെടുത്തി വെളിപ്പാടിന്റെ മേഖലകളെ തുറന്ന് 7 നക്ഷത്രങ്ങൾ വലം കൈയിൽ പിടിച്ചവന്റെ വലം കൈയാണ് ആരെ തൊട്ടത്? ഹല്ലേലൂയ, യോഹന്നാനെ തൊട്ടത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ വലം കൈയുടെ ശക്തി നമ്മുടെ മേൽ തൊട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഉയർന്നിരിക്കുന്ന വലം കൈ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിപ്പാൻ നമ്മുടെ വലം കൈയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നിനെയും ഭയപ്പെടുവാനില്ല. ഈ കർത്താവിന്റെ വലം കൈയാൽ നമ്മെ കർത്താവ് ഉയർത്തുവാൻ, നമ്മെ ഹല്ലേലൂയ മാനിപ്പാൻ, നമ്മിലൂടെ വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ, നമ്മിലൂടെ വെളിപ്പെടേണ്ട ശുശ്രൂഷകൾ, ദൂതുകൾ, ആലോചനകൾ, ഇവയെല്ലാം നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ സർവശക്തിയുള്ള ദൈവം ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഇന്ന് പകൽക്കാലം നമ്മിലേക്ക് പകർന്നു തരുന്ന ദൈവമാണ്. ഇരുവായി തലവാളായവൻ, ഹല്ലേലൂയ, ആദ്യനും അന്ത്യനുമായവൻ. ഈ വചനത്തിന്റെ ശക്തി അത് ഇരുവായി തലയുള്ള വാളാണ്. ഈ വാളാണ് റബനഘടക സംതനാഥന നിന്റെ അധരത്തിൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ നിന്റെ വായിൽ എന്റെ വചനത്തെ തന്ന, ഓ എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മെ മറച്ചിരിക്കുന്നത് അവന്റെ കൈയുടെ നിഴലില. വായിൽ വചനം തന്നിട്ട്, ഇരുവായി തല വാളായ വചനം നാവിൽ തന്നിട്ട്, അവന്റെ കൈയുടെ നിഴലിൽ, ഈ വലങ്കൈയുടെ നിഴലിന്റെ കീഴിൽ നമ്മെ മറച്ചിരിക്കുമ്പോ ഒരു ദുഷ്ടനെ തൊടാൻ കഴിയും. അവന്റെ കരത്തിന്റെ കീഴിൽ നാം സുരക്ഷിതരാണ്. അവന്റെ സാന്നിധ്യത്തിൽ കർത്താവ് നമ്മെ മറച്ചിരിക്കുകയാണ്. ആകയാൽ അവന്റെ കരങ്ങൾക്കുള്ളിൽ നാം ബലപ്പെട്ട, ശുഭപ്പെട്ട, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മെ തന്നിരിക്കുന്ന ആ വെളിപ്പാടിന്റെ ശുശ്രൂഷ ആത്മാവിൽ ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഓരോ വ്യക്തികളെ ഇടയാക്കട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ആമൻ ആത്മാവിൽ ആശീർവദിക്കുകയാണ്. കർത്താവ് ശക്തമായി കരങ്ങൾ എടുക്കട്ടെ. അതിശ്രേഷ്ഠരായ ദൈവദാസന്മാരൊക്കെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊക്കെ ഇപ്പൊ ഒരുമിച്ച് ഇപ്രകാരമായിരിക്കും കർത്താവ് അവസരം തന്നു. പ്രിയ ജോയ്ബി ആന്റിയെ ഹല്ലേലൂയ കാണുവാൻ ഞാൻ ദൈവജനം സംസാരിക്കുന്നു, ഇനി കേട്ടിട്ടില്ലെന്ന്. ഹല്ലേലൂയ, എനിക്കറിയാം. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങൾ കാണുകയും വളരെ സ്നേഹം, എനിക്ക് പ്രിയ ആന്റിയോട് വളരെയേറെ സ്നേഹമാണ്. ഹല്ലേലൂയ, ആമേൻ. വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആന്റിയുടെ ഒക്കെ വചനം കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് പകൽ ഇപ്രകാരം ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് കാണാൻ കർത്താവ് അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. സമയം തീർന്നല്ലോ. ഞാൻ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു മെഡിസിൻ അലർജി ഉണ്ടായി. അത് കാരണം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ഹല്ലേലൂയ ഈ ദേശത്തിന് വേണ്ടിയൊന്നും വേണ്ടതുപോലെ ഏറ്റെടുത്ത് കരയാനോ പ്രാർത്ഥിക്കാനോ ഈ പ്രദേശത്ത് ആരും അങ്ങനെ ഇവിടെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. എന്നാൽ എന്റെ ഉള്ളിൽ ഈ വെളിപ്പാട് തന്നു. ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ശക്തമേറിയ എതിര് ഉണ്ടായി, പോരാട്ടങ്ങൾ ഉണ്ടായി. ആമേ, പൈശാചിക മണ്ഡലങ്ങൾക്ക് നേരെ ആത്മാവിൽ പോരാടുമ്പോൾ ആമേ ഇതിനകത്തിരിക്കുന്നവർക്കറിയാമല്ലോ, ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി വെല്ലുവിളികൾ, ആമൻ, പലവിധ രോഗങ്ങൾ, ആമേ, പോരാട്ടങ്ങൾ, ഇവിടെ നിലനിർത്താത്ത വിധത്തിലുള്ള വെല്ലുവിളികൾ ഞങ്ങൾക്കുണ്ടായി. എന്നാൽ അവിടെ ഒന്നും ഞാൻ തളർന്നില്ല. പലരും പറഞ്ഞു ഇങ്ങനെയുള്ള പ്രാർത്ഥന നിർത്ത, ഹല്ലേലൂയ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്ത, ഹല്ലേലൂയ എന്ന് പല ദൈവദാസന്മാർ പോലും എന്നോട് ഓർപ്പിച്ചു. എങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ചതാ. നമ്മുടെ വായിൽ എപ്പോഴും അത് തന്നെ തരത്തുള്ളത്. അങ്ങനെ ഇരുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതിന്റെ പോരാട്ടം, ആമേൻ, സ്തോത്രം, ഞങ്ങളുടെ നേരെ അടിപ്പാന്റെ കൊണ്ടുവിടുകയാണ്. അവന്റെ ദാസനെ പെട്ടെന്ന് ഹല്ലേലൂയ ഞാൻ ഓർപ്പിച്ചില്ല, ഒരു മെഡിസിന്റെ അലർജി ഉണ്ടായി. ഹല്ലേലൂയ, ഹോസ്പിറ്റലിലായി, യൂറിൻ ട്യൂബിട്ട് 21 ദിവസം, അതുവരെ ഒരു രോഗം വന്നിട്ടില്ലാത്തയാള് പെട്ടെന്ന് 21 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ആമേൻ, കിടക്കാനിടയായി. അതിനുശേഷം ഹല്ലേലൂയ വീണ്ടും ആമേൻ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് വീണ്ടും ട്യൂബ് എടുക്കാനായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നു. ഈ 2 കാര്യങ്ങളും കർത്താവിനെ വെളിപ്പാടിൽ കാണിച്ചു. വീണ്ടും ഞാൻ ഒറ്റപ്പെടുന്ന അനുഭവം രണ്ടാമതും കാണിച്ചു. ആദ്യം എന്നെ അങ്ങനെ കാണിച്ചു, രണ്ടാമതും എന്നെ ഇങ്ങനെ തന്നെ നീ ഒറ്റപ്പെടാൻ പോകുന്നു എന്ന് കർത്താവിനെ വളരെ കൃത്യമായിട്ട് തന്നെ. ഞങ്ങൾ രണ്ടുപേരുടെ യാത്ര പോകുമ്പോൾ ആമേ, സ്തോത്രം, വഴിയിൽ വെച്ച് എന്നെ ഒരു വഴിയിൽ നിർത്തിയിട്ട് അദ്ദേഹം പോയിട്ട് മടങ്ങി വരുന്നില്ല.
ഇങ്ങനെ കാണിച്ചു. അത് ഈ ട്യൂബ് എടുക്കാൻ പോകുന്നതിന്റെ തലേ ദിവസമാണ് ഞാൻ കാണുന്നത്. വളരെ മനോഭാരം ഉണ്ടായി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പകല ചർച്ചിൽ ചെന്നിട്ട് എനിക്ക് കാര്യം സഭയോട് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ ദർശനം കണ്ടു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പൊ സഹിച്ചാൻ ഒരു കുഴപ്പമില്ല. ആ യൂറിൻ ട്യൂബ് ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റു യാതൊരു ശാരീരിക പ്രയാസങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ ആ ട്യൂബ് എടുത്ത ഹല്ലേലൂയ ചെന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ സാം ദാനിയൽ പാസ്റ്റർ ഒക്കെ ആന്റിക്കൊക്കെ അറിയായിരിക്കും. അദ്ദേഹമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ പോയത്. ആ ട്യൂബൊക്കെ എടുത്തിട്ട് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ വീട്ടിൽ വന്നു. അന്ന് രാത്രിയില് വീണ്ടും ചില മെഡിസിൻ കൂടെ കൊടുത്തു. ഹല്ലേലൂയ. ആ മെഡിസിൻ എടുത്ത് കഴിച്ചപ്പോ ആ ഡോക്ടർ ഹല്ലേലൂയ യൂറോളജി ഡോക്ടറാണ്. അദ്ദേഹം കൊടുത്ത കാരിത്താസ് ഹോസ്പിറ്റലിൽ ഇത് കൊടുത്ത മെഡിസിന്, ആദ്യമേ കൊടുത്ത മെഡിസിൻ തന്നെ വീണ്ടും തരാനിടയായി. ഹല്ലേലൂയ. പിശാച് ചെയ്ത ഒരു പരിപാടി. ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, സുജയ് എനിക്ക് അതുപോലെ തന്നെ വലിയൊരു അത്ര തന്നെ ഒരു ടാബ്ലറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങളുടെ കണ്ണ് പിശാച് കെട്ടി, ഞങ്ങൾക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേര് നോക്കാതെ ആ ഗുളിക വീണ്ടും എടുത്ത് കഴിച്ചു. ഞാൻ പറയും, ഇത്രയും പ്രശ്നം ഉണ്ടായി, നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വീണ്ടും ആ ഗുളിക തരുമോ സുജയ് എന്ന് ചോദിച്ചു. അങ്ങനെ നല്ലായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ പേര് നോക്കിയില്ല, ആ ഗുളിക എടുത്ത് കഴിച്ചു. കഴിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ മേലാത്ത പോലെ ശരീരം മുഴുവൻ വീർത്ത് പെട്ടെന്ന് വീക്കം ഉണ്ടായി. ശ്വാസകോശവും ശരീരം മുഴുവൻ നീര് വെച്ചു. ഹല്ലേലൂയ. ശരീരം മുഴുവൻ ചൊറിയാൻ തുടങ്ങി, അലർജിയായി. ഒരു വാക്കും മിണ്ടാമേലാതെ, മുഖശേപ്പെല്ലാം പെട്ടെന്ന് മാറി. വാഹനം ഓടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോലും എത്താൻ മേലാത്ത വിധത്തിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. ഇനി എന്നെ കാണിച്ച ദർശനം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസി മോളിയാന്റിയും കർത്താവിന്റെ ദാസനും ഞാൻ ആ ദർശനം കണ്ടേ അന്ന്. കർത്താവിന്റെ ദാസൻ വളരെ ശാരീരികമായ ബലഹീനനാണ്. ഞങ്ങളെ നെയ്യമ്പാറയിൽ ഞങ്ങൾക്ക് ഒരു വീടുണ്ട്. ആ വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് ഇതുവരെ അവർ വന്നിട്ടില്ല. 8 വർഷമായി ഞങ്ങൾ ആ വീട്ടിൽ ഒരു പുതിയ വീട് വെച്ച് അവിടെ താമസിച്ചിട്ട് ആ വീട്ടിലേക്ക് അവരെ വിളിച്ചിട്ട് വരാൻ അവർക്ക് പറ്റിയില്ല. ഇവിടെ ഞങ്ങളുടെ മോള് വെച്ച ഈ വീട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കാതെ കർത്താവിന്റെ ദാസനും ദാസിയും കുഞ്ഞുങ്ങളും മറ്റു പലയിടത്തായിട്ട് ദൈവദാസന്മാർ കുടുംബമായിട്ടും ഈ ഭവനത്തിലേക്ക് അന്ന് വരാൻ ദൈവാത്മാവിടയാക്കി. അന്ന് വൈകുന്നേരത്ത് കടന്നു വന്നപ്പോ ഹല്ലേലൂയ കർത്താവിന്റെ ദാസിയോട് ഞാൻ ഇപ്രകാരം പ്രിയമോളി ആന്റിയോട് ഓർപ്പിച്ചു, ആമേൻ ആന്റി, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു. ഞാനിത് ആരോട് പറഞ്ഞിട്ടില്ല, എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞില്ല, സൈച്ചാനോട് പറഞ്ഞില്ല. നാളെ പോയി ഈ ട്യൂബ് എടുക്കാൻ പോകുമ്പോ എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് ഭയങ്കര ഭയമാണ്. ഇനി ഓർപ്പിച്ചു, ഇല്ല മക്കളെ, മോളെ ഒന്നും വിഷമിക്കാതെ കുഞ്ഞെ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഒന്നും വരുത്തത്തില്ലെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിലെ ഹല്ലേലൂയ ആമേൻ ഇവിടെ വന്ന ദൈവദാസന്മാര് കർത്താവിന്റെ ദാസനൊക്കെ വളരെ ശക്തമായിട്ട് ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാനിടയായി. ദൈവം കർത്താവിന്റെ ദൂതനെ അയച്ചതുപോലെ എന്റെ ഭവനത്തിലേക്ക് അയച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് രാത്രി വലിയ ദൈവപ്രവൃത്തി കർത്താവ് അയച്ചു കാണും. പിറ്റേന്ന് പകലാണ് ഈ ട്യൂബ് എടുത്തത്. ട്യൂബ് എടുത്തിട്ട് ഇവിടെ വന്നു, ടാബ്ലറ്റ് കഴിച്ചു. വേഗം അദ്ദേഹത്തിന് വല്ലാതായി, പ്രയാസമായി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് മതി അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെല്ലാൻ. എന്നാൽ ആ ഹോസ്പിറ്റലിൽ പോലും ചെന്നെത്താൻ മേലാതെ പെട്ടെന്ന് അദ്ദേഹം ശരീരം വീക്കായി പോയി. പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തിയെ വിളിച്ച് അദ്ദേഹമാണ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നു. ഒരു 5 മിനിറ്റിനകം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയി. ഹല്ലേലൂയ. ആ വായിക്കൂടെ ഞൊരിയും പതയൊക്കെ വന്ന് പെട്ടെന്ന് ഹല്ലേലൂയ വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ ഉറക്കെ ഇവിടെ നിലവിളിച്ചു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് 9-ലെ വിധവയുടെ നിലവിളി. ഹല്ലേലൂയ. അവള് നിലവിളിച്ചത് തന്റെ മകൻ ഏക ആശ്വാസമായിരുന്നു. തന്റെ മകൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു നിലവിളി പോലെ ഞാൻ ആ ഹോസ്പിറ്റലിൽ അനേകർ അവിടെ നിപ്പുണ്ട്. അവരെ ഒന്നും നോക്കാൻ കഴിയാതെ ഡോക്ടേഴ്സ് ഒക്കെ നിസ്സഹായരായിട്ട് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ കണ്ണെല്ലാം മറിഞ്ഞ് വായിക്കുടിങ്ങനെ ഞൊരിയും പതയെല്ലാം വന്ന് ഹല്ലേലൂയ അനക്കമില്ലാതെ ഹല്ലേലൂയ തലയങ്ങ് തിരിഞ്ഞങ്ങനെ അങ്ങ് പോയി. ഹല്ലേലൂയ കണ്ണു അടച്ചു. എനിക്ക് മനസ്സിലായി, ഞാൻ ദർശനം കണ്ടതുകൊണ്ട് എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ ഒറ്റപ്പെട്ടു. എനിക്കിനി ആരുമില്ല എന്നൊരു ചിന്ത ഹല്ലേലൂയ എന്റെ ഹൃദയത്തെ ഭരിച്ചു. പെട്ടെന്ന് മനസ്സ് തകർന്നു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ എന്റെ കർത്താവ് എന്റെ നിലവിളിയുടെ ശബ്ദം കേട്ടു. കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് 3-4-5 മിനിറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹം സുബോധം വന്ന് കണ്ണു തുറന്നു വന്നിട്ട് ഇപ്പൊ എനിക്ക് ചെറിയ ആശ്വാസം ഉണ്ടെന്ന് പറയാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. വീണ്ടും ഞങ്ങളെ കർത്താവ് ശക്തമായി ദേശത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയെ സഹായമായി ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേട്ട എല്ലാവരെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവരും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേക ദൂതുകളും ആലോചനകളൊക്കെ ഹൃദയത്തിലുണ്ടെങ്കിലും നമ്മുടെ സമയത്തിൻ്റെതാകുന്ന പരിമിതിയും എനിക്ക് തന്ന സമയം കഴിഞ്ഞതുകൊണ്ടും ആമേൻ കർത്താവിന്റെ നാമത്തില് 5 മിനിറ്റ് ഞാൻ അധികമായിട്ട് എടുത്തെന്ന് തോന്നുന്നു. അവന്റെ നാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവ് വീണ്ടും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന എല്ലാവരോടും എന്നെ കേട്ട എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.